ശ്രീ ജി സ്റ്റീഫൻ. സാർ, സംസ്ഥാനത്തിൻ്റെ മൊത്തം വരുമാന സമാഹരണത്തിൽ ഗണ്യമായ സംഭാവന നൽകുന്ന ഒരു മേഖലയാണ് ലോട്ടറി. ധാരാളം തൊഴിലാളികൾ ഈ മേഖലയിൽ പണിയെടുത്ത് ഉപജീവന മാർഗം തേടുന്നുണ്ട്. ഇത്തരത്തിൽ ലോട്ടറി മേഖലയിൽ പ്രവർത്തിക്കുന്ന ചെറുകിട വ്യാപാരികൾക്കും തൊഴിലാളികൾക്കും സഹായകരമായ രീതിയിൽ എന്തെല്ലാം നടപടികളാണ് സർക്കാർ സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തമാക്കാം. യെസ് മിനിസ്റ്റർ. സാർ, ലോട്ടറി നമ്മുടെ സംസ്ഥാനത്തെ ലോട്ടറി ഏറ്റവും കൂടുതൽ സാധാരണക്കാരെ അവരുടെ ജീവിതത്തെ സഹായിക്കുന്ന ഒന്നാണ് സാർ. സാർ, 1 ലക്ഷത്തിലധികം ആളുകൾ നേരിട്ട് ലോട്ടറി ഏജൻറ്റുമാരായിട്ട് പണിയെടുക്കുന്നുണ്ട്. അങ്ങേക്കറിയാം, ഈ നാട്ടിൽ എവിടെ ചെന്നാലും ഇത് സാധാരണ ഏറ്റവും ദുർബല വിഭാഗങ്ങൾക്ക് വരുമാനം കിട്ടുന്നൊരു മേഖലയാണ്. സാർ, നമ്മുടെ ലോട്ടറി സംവിധാനത്തിനകത്തൊരു 3% പോലും സംസ്ഥാന ആകെ ഈ വിറ്റഴിക്കുന്നു എന്ന് പറയുന്നത് 3% പോലും സംസ്ഥാന ഖജനാവിലേക്ക് വരുന്നതല്ല. ലോട്ടറി ടാക്സിൻ്റെ ഒരു ഭാഗം വരുമെന്നല്ലാതെ കമ്മീഷൻ, അതുപോലെ സമ്മാനം, ടാക്സ്, ഇതാണ് പൊതുഘടന. അതിൻ്റെ ഭാഗമായിട്ട് ലോട്ടറി തൊഴിലാളികൾക്ക് അവരുടെ ക്ഷേമനിധിയുണ്ട്. അതിൽ നിന്ന് സാധാരണ ക്ഷേമനിധി പോലെയുള്ള പല ആനുകൂല്യങ്ങളും കൂടാതെ അവർക്ക് വാർഷികമായിട്ട് പ്രത്യേകം ബോണസ് പോലെ കൊടുക്കുന്ന കാര്യമുണ്ട്. സാർ, ഇതുകൂടാതെ ലോട്ടറി തൊഴിലാളി ക്ഷേമനിധി ബോർഡ് അംഗങ്ങൾക്ക് ഒരു ലോട്ടറി ലൈഫ് വിഷു ബമ്പർ എന്ന് പറഞ്ഞൊരു നറുക്കെടുപ്പ് നടത്തിയിട്ട് 160 വീടുകൾ അവർക്ക് നിർമ്മിച്ചു കൊടുക്കാനുള്ള ഒരു പദ്ധതി നടപ്പിലാക്കുന്നുണ്ട്. അതിപ്പോൾ അതിൻ്റെ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ആ വീടുകൾ നിർമ്മിച്ചു കൊടുക്കും. അത് നേരത്തെ നമ്മൾ അനൗൺസ് ചെയ്തതാണ്, അതിൻ്റെ സ്കീമായി സാർ. ഇതുകൂടാതെ ട്രൈ സ്കൂട്ടർ, വളരെ ദുർബലരായിട്ടുള്ളവർക്ക് പ്രത്യേക സഹായങ്ങൾ, അവർക്ക് ലോട്ടറി വിൽക്കുന്നതിനുള്ള അനുബന്ധ സഹായങ്ങളെല്ലാം കൊടുക്കുന്ന പദ്ധതികളുണ്ട് സാർ. അത് അവരുടെ തൊഴിലാളികൾക്ക് നല്ല സംരക്ഷണം കൊടുക്കുന്ന തരത്തിലേക്കുള്ള പദ്ധതികളാണ് സംസ്ഥാന ഗവൺമെൻറ്.